ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട് മണിമുറ്റത്താവണിപ്പന്തൽ പരാമർശത്തിൽ മന്ത്രി ആർ ബിന്ദുവിന് മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരാമർശം ജനം പുച്ഛിച്ച് തള്ളുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം എറണാകുളം വാരപ്പെട്ടിയിലെ ആശാ വർക്കർമാർക്ക് ഗ്രാമപഞ്ചായത്ത് 1500 രൂപ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോൾ മണിമുറ്റത്താവണിപ്പന്തൽ എന്നാണല്ലോ അവർ പാടിയത്. അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ അണിനിരക്കുന്ന അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാനൊന്നുമില്ല. കേന്ദ്രത്തോട് ആവശ്യങ്ങൾ പറയാൻ നട്ടെല്ല് വേണമെന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. തന്നെ ലക്ഷ്യം വെച്ച് മന്ത്രി നടത്തിയ വിമർശനത്തിന് സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെ: ഓരോരുത്തർ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കും, ഞാൻ അത് അതിന് കൊടുക്കേണ്ട പുച്ഛത്തോടെ തള്ളു. അതൊരു മന്ത്രിയാണ്, സംസ്ഥാനത്തെ മന്ത്രിയാണ്. ആയിക്കോട്ടെ, അവർക്കും വേണ്ടേ ഒരു എന്റർടൈൻമെന്റ്, അവരെ എന്റർടൈൻ ചെയ്യട്ടെ. എന്നാൽ ഓണറേറിയം കൂട്ടാൻ നടപടിയെടുക്കേണ്ടത് കേന്ദ്രമല്ലേ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. മന്ത്രി ബിന്ദുവിന്റെ പരാമർശത്തിനെതിരെ ആശാ വർക്കേഴ്സും രംഗത്തെത്തി. 232 രൂപ വാങ്ങിക്കുന്ന ആശാ വർക്കർമാർ എങ്ങനെയാണ് കേന്ദ്രത്തിൽ പോയി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? അതിനാണ് ഒരു സംസ്ഥാന സർക്കാരിനെ ഇവിടെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നും സമയാസമയം കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരത് ചെയ്യണം. ആക്ഷേപ പരിഹാസമൊക്കെ നിങ്ങൾ തുടർന്നോളൂ, അത് ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളും. ഞങ്ങൾക്കതേ പറയാനുള്ളൂ. കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ആസൂത്രിതമായി നടക്കുന്ന സമരമാണിതെന്നായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ വിമർശനം. കേരളം സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നൊരു സംസ്ഥാനമാണ്. അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കമുണ്ടായി സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു പ്രതിസന്ധി കൂടി സൃഷ്ടിച്ചെടുക്കാൻ, ജനങ്ങളിൽ അസംതൃപ്തി വരുത്താൻ ആസൂത്രിതമായി നടക്കുന്നൊരു സമരമാണ് ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരം. ഇതിനിടെ എറണാകുളം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ബജറ്റിൽ ആശാ വർക്കർമാർക്ക് 1500 രൂപ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു. നാളെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാരുടെ കൂട്ട ഉപവാസ സമരം. 24 തിരുവനന്തപുരം, കൊച്ചി.